Okay, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Sumi. ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Start ചെയ്യാം madam. Start. ഓക്കെ, അപ്പൊ എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? നമ്മൾ സ്കിൽ മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, സ്കിൽ മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. ദെൻ എന്തായിരുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന റിസ്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു അല്ലെ? ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഇഞ്ചുറി, റേഡിയേഷൻ. പ്ലീസ് മ്യൂട്ട്. റേഡിയേഷൻ, ദെൻ എന്തായിരുന്നു എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ദ ലാസ്റ്റ് വൺ ഈസ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർമ്മയില്ല എല്ലാവർക്കും? ഹലോ, ഓർമ്മയുണ്ട്. ഓക്കെ. പിന്നെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള ഈ വേസ്റ്റിന്റെ സോഴ്സ് എവിടെ നിന്നൊക്കെയാണെന്ന് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ് ഏതൊക്കെയായിരുന്നു? മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ദെൻ ലബോറട്ടറി ടെസ്റ്റിംഗിലൂടെ ഉണ്ടാകുന്നുണ്ട്. ദെൻ പേഷ്യന്റ് കെയർ, ഹാൻഡ്ലിംഗ് ആൻഡ് handling and disposal of medical waste, then maintenance and repair of medical equipment. The last one, sixth one is spill in the course of transport. ഇത്രയും വരെ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അതെ madam. ടുഡേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടെന്ന് ഹോസ്പിറ്റലില്, റൈറ്റ്? അപ്പൊ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, സ്ക്രീൻ ക്ലിയർ അല്ലേ? Clear ആണ് madam. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഏതൊക്കെയാണ്? ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. ഓക്കെ, ആൻഡ് ഈച്ച് ടൈപ്പ് നീഡ് സ്പെസിഫിക് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. നമ്മൾ പറഞ്ഞതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റലിലുണ്ട്. ആ എല്ലാ സ്പില്ലേജിനെയും അല്ലെങ്കിൽ എല്ലാ വേസ്റ്റിനെയും ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഒരേപോലെയല്ല. ഓക്കെ, ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് ഡിസ്പോസലിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് മാത്രമാണ് അത് ഡിസ്കാർഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്? ഹോസ്പിറ്റലിൽ കാണുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഏതാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് ഡിഫറെന്റ് കൈൻഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓക്കെ നെക്സ്റ്റ് പേജിലുണ്ട്, നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്. ദെൻ കെമിക്കൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്യുപ്മെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തും കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഷാർപ്സ് ഒബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സിസേഴ്സ് ഉണ്ടാവാം, നീഡിൽസ് ഉണ്ടാവാം, നൈഫ്സ് ഉണ്ടാവാം. ഡ്യൂറിങ് സർജറീസ് ടൈമിൽ യൂസ് ചെയ്യുന്ന നൈഫ്സ്, ബ്ലേഡ്സ്, വാട്ടർ ഇറ്റ്സ്. ഓക്കെ, ദെൻ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എക്സ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഓർഗാനിക് മെറ്റീരിയൽസ്. വാട്ട് ഈസ് ഇറ്റ്? ഹോസ്പിറ്റൽസ് യൂട്ടിലൈസ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫോർ റിസർച്ച് ഓർ ഡയഗ്നോസ്റ്റിക് പർപ്പസസ്. മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് എക്സെട്ര. അതായത് ഹോസ്പിറ്റൽസിൽ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഫോർ റിസർച്ചിന് വേണ്ടിയായിരിക്കാം, ഓർ ഡയഗ്നോസ്റ്റിക് രോഗനിർണയത്തിന് വേണ്ടിയായിരിക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് മൈക്രോ ഓർഗാനിസം?
മൈറ്റ് ബി ബാക്ടീരിയ ആകാം അല്ലെ, ബാക്ടീരിയ ഓർ വൈറസ്. ഇത്തരത്തിലുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെയും ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിസർച്ചിന്റെ ടൈമിലാവാം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് പർപ്പസിലാവാം. ഓക്കെ, then other dangerous materials. Hospitals may utilize other dangerous materials such as mercury and lead used in medical equipment and supplies. അപ്പോ മറ്റുള്ള ഡേഞ്ചറസ് ആയുള്ള ഓക്കെ മായ ഓക്കെ, അപ്പൊ മറ്റ് ഡേഞ്ചറസ് ആയുള്ള മെറ്റീരിയൽസും യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? മെർക്കുറി ആൻഡ് ലെഡ്. മെർക്കുറി ലെഡ് ടോക്സിക് ആയ 2 എലമെന്റ്സ് ആണ്. ഓക്കെ, മെർക്കുറിയും ലെഡും ടോക്സിക് ആയിട്ടുള്ള 2 എലമെന്റ്സ് ആണ്. അപ്പോ ഇതിന്റെ ഉപയോഗം മൂലം അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള കോണ്ടാക്ട് മൂലം ക്യാൻസറിന്, കോസ് ഓഫ് ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ദെൻ ബർത്ത് ഡിഫക്ട്സ്. ഓക്കെ, ദെൻ ബ്രെയിൻ അല്ലെങ്കിൽ നെർവ് സിസ്റ്റത്തിലേക്ക് ഇത് ഡാമേജ് ആക്കുന്നുണ്ട്. എന്തിന്റെ ഉപയോഗം അല്ലെങ്കിൽ എന്തിന്റെ കോണ്ടാക്റ്റിലൂടെയാണ്? മെർക്കുറി അല്ലെങ്കിൽ ലെഡ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും? അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്. chaff, radioactive materials, organic organic materials, materials. other dangerous materials. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ ക്ലിയർ മാഡം. ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോ ഒരു ലീക്കേജ് ഉണ്ടായാൽ അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടായാൽ അതിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. പ്രോപ്പർ ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യണം. മേഡം അത് എത്രാമത്തെ പോയിന്റ് ആണ്? വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പോഴാണോ? ഒരു 5 പോയിന്റ് ആണോ മേഡം? വേസ്റ്റ് മാനേജ്മെന്റ് എന്തോ 5 പോയിന്റ് ആണോ മേഡം? സ്ക്രീൻ ക്ലിയർ അല്ലേ? ആ ക്ലിയർ ആണ്. സ്റ്റെപ്സ് അല്ലേ മേഡം അതിന്റെ? അതെ, സ്റ്റെപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോപ്പർ ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം അല്ലേ. അപ്പൊ അതിന് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, leakage waste management is one of the important aspect of waste management in hospitals as it can have serious after effect if not managed properly. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഇത് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമുക്കത് ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യാം. ഹ്യൂമൻ ഹെൽത്തിനെയും ഈവൻ എൻവയോൺമെന്റിനെയും അത് ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യും. അപ്പോ പ്രോപ്പർ ആയിട്ട് ഇത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്, പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് കുറച്ച് സ്റ്റെപ്സ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ഇത് പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഓക്കെ, have a leakage response plan in place. Hospitals should prepare a plan in place for responding to leakages, which identify the type of spillage, evaluate the risk, and carry out apt measures to contain and clean up the leakage. എന്താ അതിൽ പറയുന്നത്? ഹോസ്പിറ്റൽസിന് പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. എന്തൊക്കെ അതിൽ വരുന്നുണ്ട്? ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ്? ഓക്കെ, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിൽ ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് ലീക്കേജ് ആയിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം, ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സ്പില്ലേജ്, ഇവാലുവേറ്റ് ദ റിസ്ക്. ആ സ്പില്ലേജ് കൊണ്ട് എന്തൊക്കെ റിസ്ക് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്? ഓക്കെ, അതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Then and carry out apt measures to contain and clean up the leakage. Okay, ലീക്കേജ് തടയുന്നതിനും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നതിനും കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉചിതമായ നടപടികൾ എടുത്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ പോയിന്റ്?
ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ക്ലിയർ ആയോ? ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ റിസ്ക് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന് ലീക്കേജ് തടയുന്നതിനും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നതിനും ആവശ്യമായ നടപടികൾ എടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. ആപ്റ്റ് ആയിട്ടുള്ള ഈ ലീക്കേജ് തടയുന്നതിന് ആപ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഹോസ്പിറ്റൽസ് ഷുഡ് ഇഷ്യൂ പ്രോപ്പർ എക്യുപ്മെന്റ് ഫോർ സ്പില്ലേജ് റെസ്പോൺസ് such as absorbent pads, gloves, gowns and masks. Okay, equipments ഏതൊക്കെയാണ് equipments? Absorbent pads, gloves, gowns and mask. Gowns and masks. Equipments. Okay, hospitals provide ചെയ്തിട്ടുണ്ടായിരിക്കണം. Okay, then trained staff in leakage response. Okay, all hospitals staff should be given training on how to respond to leakage and how to use leakage response equipment. So staff എങ്ങനെയായിരിക്കണം? trained staff ആയിരിക്കണം. ഓക്കെ, എന്തിലൊക്കെ ട്രെയിൻ ലഭിച്ചിട്ടുണ്ടായിരിക്കണം? ആ ലീക്കേജ് വന്നാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ കുറച്ച് എക്യുപ്മെന്റ്സ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? അബ്സോർബന്റ് പാഡ്സ്, ഗ്ലൗസ്, മാസ്ക് എക്സെട്ര. ഓക്കെ, ഇതിനൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം ഇത് പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, സ്റ്റാഫിന് ട്രെയിൻഡ് ആയിരിക്കണം സ്റ്റാഫ്. ഓക്കെ, ഓക്കെ ആണോ? പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്, ദെൻ ട്രെയിൻഡ് സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. ആ തേർഡ് പോയിന്റ് ക്ലിയർ ആയോ? സ്റ്റാഫ് എങ്ങനെയായിരിക്കണം? ട്രെയിൻഡ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഡൗട്ട്? ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫോർത്ത് വൺ, യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. എന്താണ് സ്പിൽ കണ്ടെയ്ൻമെന്റ് അല്ലെങ്കിൽ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്? നമുക്ക് പറയാം, ഹോസ്പിറ്റൽസിൽ ഒരു ലിക്വിഡ് ആകാം അല്ലെങ്കിൽ ഏതൊരു മെറ്റീരിയൽസ് ആകാം അല്ലെ, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽസ് സ്പ്രെഡ് ആകുന്നതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു പ്രോസസ്. തടഞ്ഞു നിർത്താൻ കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഓയിൽ സ്പ്രെഡ് ആയെന്ന് വിചാരിക്കുക. ഓക്കെ, ഓയിൽ സ്പ്രെഡ് ആയി എന്ത് ചെയ്യും? നമ്മൾ വാക്യൂം യൂസ് ചെയ്യും അല്ലെങ്കിൽ വൈപ്പ് ചെയ്തെടുക്കും അല്ലേ. അതേപോലെ നിങ്ങൾ ഓഷ്യനിലൊക്കെ കണ്ടിട്ടുണ്ട്, ഓയിൽ ഷിപ്പിൽ നിന്ന് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യും, ലൈക്ക് ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂം. അതിന്റെ പേരാണ് ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂം. ഓക്കെ, കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാട്ടെ ക്ലാസ് കഴിഞ്ഞിട്ട്. ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂം. അപ്പൊ അതിനുള്ളിൽ ആ ഓയിൽ സ്പ്രെഡ് ആകാതെ അതിനുള്ളിൽ തന്നെ തടഞ്ഞു നിൽക്കും. ഓക്കെ, അപ്പോ അത്തരത്തില് ഈ ഓയിലിനെ ഈ ലീക്കേജിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം നോക്കാം. യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽ. ലീക്കേജ് കണ്ടെയ്ൻമെന്റ് refers to the process in which spillage or leakage of a liquid or other dangerous materials is kept within a blockade. That means spill containment actually stopping and preventing a spill from spreading. അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് എന്താണ്? ഇത് സ്പ്രെഡ് ആവുന്നത് തടയുന്നു. ഓക്കെ, അപ്പൊ യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. ആപ്റ്റ് ആയിട്ടുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. അത് ക്ലിയർ ആയോ? ഓക്കെ, the last and final fifth one. Okay, dispose of leakage waste in a proper manner. എങ്ങനെയായിരിക്കണം ആ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്? ഒന്നുകൂടി പറയാവോ റോഷ്നി? ഏതാണ് പറയേണ്ടത്? യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽ ആണോ റോഷ്നി? അതാണോ പറയേണ്ടത്? ഓക്കെ, എന്താണ് ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല്? ഇത്രയും മനസ്സിലാക്കുക. ഇപ്പൊ ഒരു ലീക്കേജ് ഉണ്ടായാൽ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സ്പ്രെഡ് ചെയ്ത് നമുക്കറിയാം അത് ഹാംഫുൾ ആണ് അല്ലെ. അപ്പോ അത് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനായിട്ട്, ബ്ലോക്ക് ചെയ്യുന്നതിനായിട്ട് കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ,
ഓക്കെ മാം. ക്ലിയർ ആണോ റോഷ്നി? ആ മാം ക്ലിയറാ. ഓക്കെ. ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. പ്രോപ്പർ ആയിട്ട് അതിനെ വേസ്റ്റിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ്. ലോക്കൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പോളിസീസ്, ഓക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പാടുണ്ടോ? ഈവൻ നമ്മുടെ ഹോമില് വീട്ടിലുള്ള പ്ലാസ്റ്റിക് മാലിന്യമായാലും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ട് ഇടാൻ പാടുണ്ടോ? അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ? അതേപോലെ ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നതും ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ചായിരിക്കണം. ഓക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കണം ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഏതൊക്കെയായിരുന്നു നമ്മൾ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്തത്? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഓക്കെ, ഹോസ്പിറ്റലിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. ദെൻ പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്, അതിന് ആപ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ട്രെയിൻഡ് സ്റ്റാഫ് ആയിരിക്കണം. ദെൻ പ്രോപ്പർ ആയിട്ടുള്ള ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം. ദ ലാസ്റ്റ് വൺ ഈസ് ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. ഓക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ആയിരിക്കണം ആ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഈ 5 പോയിന്റ് ക്ലിയർ ആകാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ മീനു. പുതിയതായിട്ട് ഓക്കെ ജോയിൻ ചെയ്യുന്നവർ പ്ലീസ് മ്യൂട്ട് ചെയ്യാട്ടോ, മ്യൂട്ട് ചെയ്യാം. അത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ആണ് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ ഫാത്തിമ. മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്, അതിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്ന ഫസ്റ്റ് ഏതാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വേസ്റ്റ് ക്യാൻ കോസ് ഇൻഫെക്ഷസ് ഡിസീസസ് ആൻഡ് പ്രോപ്പർ മാനേജ്മെന്റ് ഈസ് പിവറ്റൽ. ഓക്കെ, ഈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആരുമായിട്ടാണ് കൂടുതൽ കോണ്ടാക്ട് വരുന്നത്? ഹോസ്പിറ്റൽസിൽ ഹെൽത്ത് കെയർ സ്റ്റാഫായിട്ടും പേഷ്യന്റും ആയിട്ടാണ് അല്ലേ? അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാൻ, ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്, പലതരം ഡിസീസസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് അല്ലേ? ഏതൊക്കെ ഡിസീസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ? ഹെപ്പറ്റൈറ്റിസ് ബി, സി. വെരി ഗുഡ്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി അല്ലേ? അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എ ബോഡി ഫ്ലൂയിഡ് ആസ് എനി മ്യൂട്ട് ചെയ്യാവോ? മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ, a body fluid as any fluid found in produced by or excreted from the human body, which includes blood, urine, feces, saliva, tears, breast milk, cerebrospinal fluid, semen, vaginal fluid, amniotic fluid, pleural fluid, peritoneal fluid, bile, digestive juices, vomit and pus. ഓക്കെ, ഏതൊക്കെയാണ് ബോഡി ഫ്ലൂയിഡ്സിൽ വരുന്നത്? നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുറന്തള്ളുന്നതുമായ മാഡം സ്ക്രീന് പോയി കേട്ടോ. ഓക്കെ വെയിറ്റ് പ്ലീസ്. അപ്പൊ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നതായ ഏതൊക്കെ ഫ്ലൂയിഡ് ആണ്? ദ ഫസ്റ്റ് വൺ ഈസ് ബ്ലഡ്. ഓക്കെ, ബ്ലഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു.
നെക്സ്റ്റ് എന്താണ്? യൂറിൻ, അതറിയാം. ദെൻ ഫീസസ്, സലൈവ, ഇതൊക്കെ കോമൺ ആണ്. ഓക്കെ, ലിസൺ ചെയ്തിരിക്കട്ടെ ഇവിടെ. ഓക്കെ, management of different type of spillage waste, blood and body fluid, management of third page Rijo, third page. Third page, last para. Okay, blood and body fluid spillage. Okay, clear അല്ലേ ഇപ്പോ സ്ക്രീൻ? ക്ലിയർ ആണ് മാഡം, ക്ലിയർ ആണ്. നമ്മൾ കുറച്ച് ബോഡി ഫ്ലൂയിഡ്സ് പറഞ്ഞു. അതിൽ എന്താണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്? ഒരു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഓർ CSF. CSF അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. നമ്മുടെ ബ്രെയിനിനും അല്ലെങ്കിൽ സ്പൈനൽ കോഡിനും ചുറ്റും കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ആണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഓർ CSF. നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ഇഞ്ചുറീസിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, എന്താണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്? നമ്മുടെ ബ്രെയിനിനും നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും ചുറ്റും കാണപ്പെടുന്ന ഒരു ദ്രാവകം അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ആണ് എന്ത്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഇത് നമ്മൾ ഇഞ്ചുറീസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? സെമൻ. വാട്ട് ഈസ് സെമൻ? ദാറ്റ് ഈസ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ് സെമൻ. ദെൻ വജൈനൽ ഫ്ലൂയിഡ്. The next one is vaginal fluid. എന്താണ് വജൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? അഡൽട്ട് വുമണിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ലിക്വിഡ് ആണ്, ഒരു ഫ്ലൂയിഡ് ആണ് എന്ത്? വജൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്? ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമില് നമ്മുടെ ഫീറ്റസിനെ പ്രൊട്ടക്ട് ചെയ്യുക. മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, ഫീറ്റസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണിത്. ഓക്കെ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. സ്ലൈറ്റ്ലി യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഓക്കെ, ദെൻ പ്ലൂറൽ ഫ്ലൂയിഡ്. വാട്ട് ഈസ് പ്ലൂറൽ ഫ്ലൂയിഡ്? ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ? അമ്നിയോട്ടിക്, ദെൻ CSF, സെമൻ, വജൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ദെൻ പ്ലൂറൽ ഫ്ലൂയിഡ്. എന്താണ് പ്ലൂറൽ ഫ്ലൂയിഡ്? നമ്മുടെ ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഉള്ളിലുള്ള ഒരു തിന്നായിട്ടുള്ള പാർട്ടാണ് പ്ലൂറൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഉള്ളിൽ കാണുന്ന ഒരു തിന്നായിട്ടുള്ള പാർട്ട് വജൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, വജൈനൽ ഫ്ലൂയിഡ് എന്താണ്? വജൈനൽ ഫ്ലൂയിഡ് അഡൽട്ട് വുമണിൽ നിന്നും ഡിസ്ചാർജ് ആവുന്ന ഒരു ഫ്ലൂയിഡ്. CSF എന്ന് മാം. എന്താണ്? ക്ലിയർ ആയില്ലായിരുന്നു. CSF. പറയാം. ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഓക്കെ, CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും ചുറ്റും കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ആണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, CSF. ഇത് നമുക്ക് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡ് ആണ്. ഈ ലിക്വിഡ് ആണ് നമ്മളെ ഇഞ്ചുറീസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ലിക്വിഡ് ആണ്. ഓക്കെ അല്ലേ? ദെൻ പ്ലൂറൽ ഫ്ലൂയിഡ്. എന്താണ് പ്ലൂറൽ ഫ്ലൂയിഡ്? ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഉള്ളിലുള്ള ഒരു തിന്നായിട്ടുള്ള ഒരു പാർട്ടുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പ്ലൂര എന്ന് പറയുന്നത്. ഈ പ്ലൂരയിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്.
അപ്പൊ എന്താണ് പ്ലൂരയിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. എവിടെയാണ് ഈ പ്ലൂര കാണപ്പെടുന്നത്? നമ്മുടെ ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഇടയിലുള്ള ഒരു തിൻ പാർട്ടിനെയാണ് നമ്മൾ പ്ലൂര എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലെങ്ത് ആൻഡ് ദ ചെസ്റ്റ് വാൾ ഡ്യൂറിങ് എപ്പോഴാണ് ബ്രീത്തിങ് മൂവ്മെന്റ്സ്. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റിനും അല്ലെങ്കിൽ ലെങ്ത്തിന്റെയും വോളിനും ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് ഈ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നു. ഒക്കെയാണോ? നമ്മൾ ബ്രീത്തിങ് മൂവ്മെന്റിന്റെ ടൈമിൽ നമ്മുടെ ലെങ്സിന്റെയും ചെസ്റ്റിന്റെയും വോൾസിന് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് ഏത് ഫ്ലൂയിഡ് ആണ്? പ്ലൂറൽ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലെങ്സിന്റെയും ചെസ്റ്റിന്റെയും ഉള്ളിൽ കാണുന്ന പ്ലൂരയിൽ കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. അപ്പൊ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ്? അതിന്റെ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട്. നമ്മുടെ ബ്രീത്തിങ് മൂവ്മെന്റിന്റെ ടൈമില് ആ ചെസ്റ്റിന്റെയും ലങ്സിന്റെയും വോൾസിനുണ്ടാകുന്ന ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് ഈ ഫ്ലൂയിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആണോ അത്? ക്ലിയർ മാം. ഓക്കെ. What's next? Peritoneal fluid. Okay, peritoneal fluid. What is peritoneal fluid? നമ്മുടെ സ്റ്റൊമക്. ഓക്കെ, സ്റ്റൊമക്, ലിവർ, ഇൻറ്റെസ്റ്റൈൻ. ഓക്കെ, എന്നിവയെ ചുറ്റിപ്പറ്റി നമ്മുടെ അബ്ഡോമന്റെ ഒരു ഉദരാശയത്തിന്റെ അകത്ത് ഒരു പെരിറ്റോണിയൽ അറയുണ്ട്. ഓക്കെ, ഈ പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. എവിടെയാണ്? നമ്മുടെ സ്റ്റൊമക്കിനെയും ലിവറിനെയും ഇൻറ്റെസ്റ്റിനെയും ചുറ്റി ഉദരാശയത്തിനകത്ത് ഒരു അറയുണ്ട്. പെരിറ്റോണിയൽ അറ എന്ന് പറയുന്നത് ഈ അറയെ. അപ്പൊ അതിനുള്ളിൽ കാണപ്പെടുന്ന ഒരു വാട്ടറി ആയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ക്ലിയർ ആണോ? പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്താണ്? റിപ്പീറ്റ് ചെയ്യാം മാഡം. ഓക്കെ, റിപ്പീറ്റ്. എന്താണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്? ഓക്കെ. നമ്മുടെ സ്റ്റൊമക്, ലിവർ, ഓക്കെ, ഇൻറ്റെസ്റ്റൈൻസ്, അവിടെ അതിന് ചുറ്റും അവയെ ചുറ്റിപ്പറ്റി നമ്മുടെ അബ്ഡോമിനുള്ളിൽ കാണപ്പെടുന്ന ഒരു പെരിറ്റോണിയൽ അറയുണ്ട്. ഈ അറയിൽ കാണപ്പെടുന്ന ഈ പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. പ്ലൂറൽ ഫ്ലൂയിഡ് എന്താണ്? പ്ലൂറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ. സോറി, പെരിറ്റോണിയ അറയിൽ കാണപ്പെടുന്നതല്ലേ മേഡം പെരിറ്റോണിയ ഫ്ലൂയിഡ്? സോറി, ക്ലിയർ ആയില്ല. പെരിറ്റോണിയ അറയിൽ കാണപ്പെടുന്നതല്ലേ മേഡം പെരിറ്റോണിയ ഫ്ലൂയിഡ്? ഫ്ലൂയിഡ്. ഓക്കെ, പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ഇത്രേ ഉള്ളൂ. അതേപോലെ പ്ലൂറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഈ CSF സെമൻ എന്ന് പറഞ്ഞാൽ എന്താ? സെമൻ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണത്. ഓക്കെ, സെമൻ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. Then next എന്താണ്? ബൈൽ. വാട്ട് ഈസ് ബൈൽ? ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ് അല്ലെ, ഒരു ആൽക്കലീൻ ഫ്ലൂയിഡ് ആണ് ബൈൽ. ഡൈജഷൻ. മേഡം ബൈൽ പിഗ്മെന്റ് എന്ന് പറഞ്ഞു. ബൈൽ പിഗ്മെന്റ് അത് വേറെ ഫ്ലൂയിഡ്. ഓക്കെ. പിത്തരസം എന്ന് പറയും. ഓക്കെ, പിത്തരസം, ബൈൽ. ഓക്കെ, ഹെൽപ്സ് വിത്ത് ഡൈജഷൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫ്ലൂയിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ അല്ലേ മാം? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ മ്യൂട്ട് ചെയ്യാവോ? ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. മ്യൂട്ട് ചെയ്യാവോ പ്ലീസ്? ബൈല് ക്ലിയർ ആയോ? യെസ് മാം. വാട്ട്സ് നെക്സ്റ്റ്? ഡൈജസ്റ്റീവ് ജ്യൂസസ്. എന്താണ് ഡൈജസ്റ്റീവ് ജ്യൂസസ്? എന്ന് പറയുന്നത് നമുക്കറിയാം. ഡൈജഷൻ ടൈമില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആസിഡ്സ് വരുന്നുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, പിന്നെ ഏതൊക്കെയാണ്? പെപ്സിൻ,
സയൻസ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെ ഏതൊക്കെയാണ്? പെപ്സിൻ, അങ്ങനെ കുറച്ച് ആസിഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫുഡുമായിട്ട് ഇത് കമ്പൈൻ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ഇതിനെയാണ് നമ്മൾ ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറയുന്നത്. എൽസ മ്യൂട്ട് ചെയ്യാവോ എൽസ? എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് എന്താ ഫസ്റ്റ്? മാം, ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് എല്ലാം എങ്ങനെയായി പേഷ്യന്റിന് അത് വേസ്റ്റ് ആവുന്ന രീതിയിൽ ആ ടൈമിൽ എങ്ങനെ, എന്ത് ട്രീറ്റ്മെന്റിന്റെ ടൈമിലാ? ബാക്കി ഫ്രൂട്ട്സ് എല്ലാം ഓക്കെ, അത് പ്രഗ്നൻസി ടൈമില്, ഡെലിവറി ടൈമിലെല്ലാം ലീക്കേജ് ആവുന്ന വിചാരിക്കും. സലൈവ ഡൈജസ്റ്റീവ് ജ്യൂസിൽ വരുന്നതാണ്. ഓക്കെ, നമ്മുടെ ഫുഡ് നമ്മുടെ വായിൽ നിന്ന് നമുക്ക് ദഹിക്കുന്ന സമയം വരെ പല ആസിഡുമായിട്ട് അത് കൂടിക്കലരുന്നുണ്ട്. ഓക്കെ, ഇത് വൊമിറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ സലൈവ പുറത്തോട്ട് വന്നാൽ ഓക്കെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ വൊമിറ്റ് ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് വരും അല്ലേ? ക്ലിയർ ആയോ? ഓക്കെ, എന്താണ് പഫ്? ചലം അല്ലേ മാം? അതെ അതെ, പഴുപ്പ് എന്നൊക്കെ പറയും അല്ലെ? ഒരു തിക്ക് യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് പസ്. ഓക്കെ, പഴുപ്പ് എന്ന് പറയും. ഓക്കെ, പസ്. അപ്പൊ അത്രയും ക്ലിയർ അല്ലേ? യെസ് മാം. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്യുപ്മെന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സ്ക്രോൾ ചെയ്യണം ആണോ? റിജോ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ മുകളിലോട്ട്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ മാഡം, ക്ലിയർ ആയി. Wear protective equipment. Persons should put on the proper personal protective equipment, PPE. Okay. PPE. What is PPE? Proper personal protective equipment. Proper personal protective equipment അല്ലേ മാഡം PPE? Personal protective equipment. മാം, ഇതിന് നേരത്തെ പറഞ്ഞ സ്പില്ലേജ് വേസ്റ്റ് എല്ലാം മാനേജ് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. എന്തോ നേരത്തെ പറഞ്ഞ ഈ വേസ്റ്റ് സ്പില്ലേജ് ഫ്ലൂയിഡ്സ് എല്ലാം മാനേജ് ചെയ്യുന്ന രീതിയാണ് പഠിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ വിയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ, അത് ഹെഡിങ് കൊടുക്കാനാണ്. ഓക്കെ. അപ്പൊ ഈ ബ്ലഡിലേക്ക് ലീക്കേജ് സംഭവിച്ച് അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ട് ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ അതിനു മുമ്പ് കുറച്ച് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നത്? സച്ച് ആസ് ഗ്ലൗസ്, ഗൗൺ. മ്യൂട്ട് ചെയ്യാവോ എല്ലാവരും? മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, സച്ച് ആസ് ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് ഫേസ് ഷീൽഡ്. Before approaching the spillage to prevent contact with the liquid. ഓക്കെ, നമ്മൾ ഈ ലിക്വിഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ ലീക്കേജ് ആയിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് നമ്മൾ ഇത്തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? PPE ഏതൊക്കെയാണ്? ഗൗൺസ്, ഫേസ് ഷീൽഡ്, മാസ്ക്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. അതായത് വ്യക്തികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് സാധാരണയായിട്ട് PPE എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഏതൊക്കെയാണത്? ഗ്ലൗസ്, ഗൗൺസ്, ഫേസ് ഷീൽഡ്, പിന്നെ ഏതാണ്? മാസ്ക്. അതൊക്കെ മാസ്ക് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, എന്തിനാണ് നമ്മൾ ഇത് ധരിക്കുന്നത്? വെറുതെ ഒരു രസത്തിന് വേണ്ടി ധരിക്കുന്നതാണോ? അല്ല. എന്തിനാണ്? അപകട സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ?
നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന പരിക്കുകളും അല്ലെങ്കിൽ രോഗങ്ങൾക്ക് കാരണമാകുന്ന അപകട സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ, അതെ, പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ഇത് ധരിക്കുന്നത് അല്ലേ? പോയിന്റ് ക്ലിയർ ആണോ? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. Yes, ഓക്കെ, ma'am, അത് clear ക്ലിയർ ആണ്. ആണ്. ഓക്കെ. ഓക്കെ, മ്യൂട്ട് ചെയ്തു. എന്താ ഫെമി, ഫെമിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫെമി ഇല്ല, ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ 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 മ്യൂട്ട് ചെയ്തോളൂ എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? Contain the Contain spill. the spill. Okay, contain the spill. Use absorbent materials such as paper, towels or absorbent pads. Contain the spill and stop it from spreading. To dispose of the materials, put them in a bag or container marked biohazard. If there are any glass pieces present, more precaution should be taken. അപ്പൊ എന്താ പറയുന്നത് ഇതില്? അപ്പൊ ഈ സ്പില്ലിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ നിയന്ത്രണ വിധേയമാക്കണം, അതിനെ കുറിച്ച് അബ്സോർബൻ മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ? നമ്മൾ പറഞ്ഞായിരുന്നു. സച്ചാസ് ഏതൊക്കെയാണ്? പേപ്പർ ആവാം, അബ്സോർബൻ പാഡ്സ് ആവാം, ഓക്കെ, ടവൽസ് ആകാം. ഇത്തരത്തില് നമ്മൾ എന്തിനത് യൂസ് ചെയ്യുന്നത്? സ്പ്രെഡ് ആകുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അബ്സോർബൻ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്ത ഈ മെറ്റീരിയൽസ് നമുക്ക് കാണുന്നിടത്ത് വലിച്ചെറിയാൻ പാടുണ്ടോ? ഇല്ല, അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം. അതെങ്ങനെയുള്ള ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം? ഡേഞ്ചർ എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മളിത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? കണ്ടെയ്ൻ ദ സ്പിൽ. യെസ് മാം. ക്ലിയർ ആണോ? ഒരു വട്ടം കൂടി ഒന്ന് ഓർമ്മിക്കാവോ? ഓക്കെ ഒരു തവണയും കൂടി ഒന്ന് പറയാവോ? ഓക്കെ പറയാം. റോഷ്നി, എന്താണ് കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറഞ്ഞാൽ? നമുക്ക് ആ സ്പില്ലിനെ, ലീക്കേജ് ആയ സ്പില്ലിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം അല്ലേ? അത് സ്പ്രെഡ് ആയാൽ എന്താ പ്രോബ്ലം? അത് എൻവയോൺമെന്റിനും ഈവൻ ഹ്യൂമൻ ഹെൽത്തിന് തന്നെ അത് ഡേഞ്ചർ ആണ്. അപ്പൊ അത് നമ്മൾ സ്പ്രെഡ് ആകാതെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? അബ്സോർബൻ പാഡ്സ് ആയിരിക്കാം, ടവൽസ് ആയിരിക്കാം, പേപ്പർ ആയിരിക്കാം. വാട്ട് എവർ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഡേഞ്ചർ എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ഒരു ബയോഹസാർഡ് ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആയിരിക്കണം അത് ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. ക്ലിയർ ആണോ? റോഷ്നി ഒന്നുകൂടെ പറയണോ? റോഷ്നിക്ക് ക്ലിയർ ആയോ? റോഷ്നി, വെർ ഈസ് റോഷ്നി? ഒന്നുകൂടി പറ മാം. ഒന്നുകൂടി പറയണം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോളൂ. അപ്പൊ കണ്ടെയ്ൻമെന്റ് സ്പിൽ എന്ന് പറഞ്ഞാൽ ലീക്കേജ് ആയ സ്പില്ല് നമ്മൾ കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറ്റുന്നത്? സ്പ്രെഡ് ആകും അല്ലേ? അപ്പൊ ഈ സ്പ്രെഡ് ആയാലും നമുക്ക് എൻവയോൺമെന്റിനും ഹ്യൂമൻ ഹെൽത്തിനും ഇത് ഹാംഫുൾ ആണ്, ഡേഞ്ചർ ആണ്. അപ്പൊ ഇങ്ങനെ സ്പ്രെഡ് ആകാതെ തടയുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അബ്സോർബൻ മെറ്റീരിയൽസ്. അതിന് ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓയിൽ താഴെ വീണ് നമ്മൾ അത് വൈപ്പ് ചെയ്തെടുക്കുന്നു പറഞ്ഞില്ലേ? അതേപോലെ ഇതിനെ നമ്മൾ വൈപ്പ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ പേപ്പർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്തോ നമ്മൾ ഇതിനെ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പൊ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന ടിഷ്യൂസ്, പേപ്പറൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ലേബൽ ചെയ്തിട്ടുള്ള, ഡേഞ്ചർ എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ബാഗിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലായിരിക്കണം നമ്മളത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്, നിക്ഷേപിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ റോഷ്നി? ക്ലിയർ ആയി മാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഡിസ്ഇൻഫെക്ട് ദ ഏരിയ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഡിസ്ഇൻഫെക്ട് ദ ഏരിയ എന്ത് ചെയ്യണം? അണുവിമുക്തമാക്കണം അല്ലേ? ഡിസ്ഇൻഫെക്ട് ദ ഏരിയ. ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ നമ്മള് ഈ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഷാർപ്സ് ആയുള്ള ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ബ്രോക്കൺ ആയ ഗ്ലാസസിന്റെ പീസസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഗ്ലാസ് പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിരിക്കണം അല്ലേ? അപ്പൊ അതിലൂടെ മുറിവുണ്ടായാൽ നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. രക്തത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ പിടിപെടാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അത് കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം അത്തരം സന്ദർഭങ്ങളിൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് ഡിസ്ഇൻഫെക്ട് ദ ഏരിയ. ആ ഏരിയ നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കാം?
അണുവിമുക്തമാക്കാം. ഓക്കെ, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കാം. ലബോറട്ടറീസിൽ ടെസ്റ്റിന് നമ്മൾ ഗ്രാം സ്റ്റെയിൻ എന്നൊരു പ്രോസസ് ഉണ്ട്. ഗ്രാം സ്റ്റെയിൻ അതായത് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ് ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാം സ്റ്റെയിൻ. ഇപ്പൊ ഗ്രാം സ്റ്റെയിന് ശേഷം ഈ ബാക്ടീരിയാസ് ഓക്കെ അതിന്റെ കളർ ചേഞ്ച് ആവും. ഒരു 2 സെറ്റ് ഓഫ് കളേഴ്സിലോട്ട് ഇത് മാറും. ഓക്കെ, അപ്പോ ബ്ലൂ ഓർ പർപ്പിൾ കളറിലോട്ട് ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളറിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ്. അതേപോലെ പിങ്ക് അല്ലെങ്കിൽ പിങ്ക് ഓർ റെഡ് കളറിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ ഇത്? പറയാൻ പറഞ്ഞു. മ്യൂട്ട് ചെയ്തോളൂ. അതായത് ഇത്രയും മനസ്സിലാക്കാം. 2 തരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ഗ്രാം സ്റ്റെയിന് ശേഷം 2 തരത്തിലുള്ള ബാക്ടീരിയാസ് കാണപ്പെടും. 2 ഡിഫറെന്റ് കളറിൽ 2 സെറ്റ് ഓഫ് കളേഴ്സിൽ കാണപ്പെടും. ഏത് കളറാണത്? ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളറിൽ ബാക്ടീരിയാസ് കാണപ്പെടും. ഈ ബാക്ടീരിയാസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിന്റെ കളേഴ്സ് ഏതാണ്? ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ ആയിരിക്കും. ഓക്കെ, പിങ്ക് അല്ലെങ്കിൽ പിങ്ക് ഓർ റെഡ് കളറിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് എന്നറിയപ്പെടും. ക്ലിയർ ആണോ? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്താണ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്താണെന്ന്? ക്ലിയർ അല്ലേ? പിങ്ക് ആൻഡ് റെഡ് ആണെങ്കിൽ അത് ഏതാണ്? ഗ്രാം നെഗറ്റീവ്. ഓക്കെ, റെഡ് നെഗറ്റീവ്, പിങ്ക് ആൻഡ് റെഡ് ആണെങ്കിൽ നെഗറ്റീവ്, ഗ്രാം നെഗറ്റീവ്. ബ്ലൂ ഓർ പർപ്പിൾ ആണെങ്കിൽ ഗ്രാം ഓക്കെ ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ ബ്ലൂ ഓർ പർപ്പിൾ ആണെങ്കിൽ എന്താണ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിന് എക്സാമ്പിൾസ് ആണ് ക്ലോസ്ട്രീഡിയം. ഓക്കെ, ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസസ്, നോക്കാർഡിയ. ഇത്തരത്തിലുള്ള ബാക്ടീരിയാസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ്? ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസസ്, ദെൻ നോക്കാർഡിയ. ഇതാണ് ഗ്രാം പോസിറ്റീവ്. ഇതിന്റെ കളർ എന്തായിരിക്കാം? ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ കളർ എന്താണ്? ബ്ലൂ ഓർ പർപ്പിൾ ആയിരിക്കും. റോഷ്നിക്ക് ക്ലിയർ അല്ലേ? റോഷ്നി, സുറുമി? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് എന്താണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയസിന്റെ കളർ റെഡ് ഓർ പിങ്ക് ആയിരിക്കും. അപ്പൊ ഏതൊക്കെയാണിത്? ഹീമോഫിലസ്, വിബ്രിയോ കോളറ, ഈക്കോളി ബാക്ടീരിയ കേട്ടിട്ടില്ലേ? ഈക്കോളി, വിബ്രിയോ കോളറ, ദെൻ ഹീമോഫിലസ്. ഇതൊക്കെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, എക്സാമ്പിൾ ഒന്ന് പറയാമോ? അത് ഷെയർ ചെയ്തേക്കാം. അത് ഷെയർ ചെയ്യാം കേട്ടോ. ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസസ്, നോക്കാർഡിയ. നോട്ട്സ് വരുമ്പോൾ അത് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, ഗ്രാം പോസിറ്റീവ് ആണ് ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസസ്, നോക്കാർഡിയ. ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഓക്കെ, ഒന്നുകൂടി പറയാവോ? എന്താ പറയേണ്ടത്? എക്സാമ്പിൾസ് ആണോ അല്ലെങ്കിൽ ഗ്രാം പോസിറ്റീവ്, നെഗറ്റീവ് എന്താണെന്നാണോ? ഗ്രാം പോസിറ്റീവ് ഇത് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, എന്നാലും ജസ്റ്റ് ലിസൺ കേട്ടിരിക്കാം. ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസസ്, നോക്കാർഡിയ. ഇതാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ്. ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഏതൊക്കെയാണ്? ഹീമോഫിലസ്, ഇൻഫ്ലുവൻസ, വിബ്രിയോ കോളറ, ദെൻ ഈക്കോളി. ഓക്കെ, ഈക്കോളി. ഗ്രാം നെഗറ്റീവ് അല്ല പോസിറ്റീവ് അല്ലാന്ന് പറയാം. സോറി, ഗ്രാം നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അല്ലാന്ന് പറഞ്ഞല്ലോ. 2 തരം ബാക്ടീരിയാസ് ആണ്. നേരത്തെ പറഞ്ഞില്ലേ 2 കളേഴ്സിലുള്ള ബാക്ടീരിയാസ് ഉണ്ടെന്ന്. ഗ്രാം സ്റ്റെയിന് ശേഷം 2 കളേഴ്സിലുള്ള ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. ഒന്ന് റെഡ് ആൻഡ് പിങ്ക്, അതാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ്.
ദെൻ ബ്ലൂ ഓർ പർപ്പിൾ, ഈ കളറിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസും ആണ്. ഓക്കെ, ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്ന പ്രോസസ് ഇത്തരത്തിലുണ്ടാവുന്ന ഒരു ഈ ടെസ്റ്റ് ആണോ മാം? ബാക്ടീരിയാസിനെ ലബോറട്ടറി ചെയ്യുന്ന ടെസ്റ്റ് ആണോ ഗ്രാം സ്റ്റെയിൻ? എന്തോ ലബോറട്ടറിയിൽ ചെയ്യുന്ന ടെസ്റ്റ് ആണോ ഗ്രാം സ്റ്റെയിൻ? അതൊരു ടെസ്റ്റ് ആണ്, ഒരു മെത്തേഡ്, ഒരു പ്രോസസ് ആണ് അതിന്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ കാണപ്പെടുന്ന ഈ ഗ്രാം നെഗറ്റീവ് അല്ലെങ്കിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിനെ നമ്മൾ എന്താണ് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്താണ് ബ്ലഡിൽ കാണപ്പെടുന്ന ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സാമ്പിൾസിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഈ ബാക്ടീരിയാസിനെ 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, എന്താ യൂസ് ചെയ്യുന്നത്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. ഓക്കെ, നമ്മൾ ആ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യണ്ടേ, അണുവിമുക്തമാക്കണ്ടേ, അതിന് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാണ്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. ഓക്കെ, ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ചെയ്യാവോ പ്ലീസ് മ്യൂട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? മാനുഫാക്ചേഴ്സിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന അത് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചേഴ്സിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. അതിനാൽ കോണ്ടാക്ട് ടൈം ഉണ്ട്, ഇത്ര ടൈം കഴിഞ്ഞാലാണ് അത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആവുള്ളൂ, ഡിസിൻഫെക്ട് ആവുള്ളൂ. അപ്പൊ അത് നമ്മൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ കൊറോണ ടൈമിലൊക്കെ കോവിഡ് ടൈമിലൊക്കെ കൈ വാഷ് ചെയ്യുമ്പോൾ ഇത്ര സെക്കൻഡ് വാഷ് ചെയ്യണം എന്ന് പറയില്ലേ? അല്ലെ, എന്നാലല്ലേ കൈ ക്ലീൻ ആവുള്ളൂ എന്ന് പറയും അല്ലേ? അതെ, അതേപോലെ ഇത്ര ടൈം, ഓക്കെ, ഇത്ര ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അത് ക്ലിയർ ആണോ? യെസ് മാം. Made clean using water. Please mute കേട്ടോ. Then the area should be made clean using water and general purpose detergent allowed to air dry. Then അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡിറ്റർജന്റ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്കത് ക്ലീൻ ആക്കാം. ഓക്കെ, എയർ ഡ്രൈ അലൗ ചെയ്യാം. ഈ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വെച്ച് ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം നമുക്ക് സാധാരണ ജനറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിറ്റർജന്റ് യൂസ് ചെയ്യാം. ഓക്കെ, വാട്ടർ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. Then get rid of waste. Next ആണ് get rid of waste. Waste നമ്മൾ എന്താ ചെയ്യേണ്ടത്? All materials that come in touch with blood and body fluid spills should be discarded as dangerous waste in labeled biohazard bags or container. അപ്പൊ എന്താ അത് ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ ഈ കോണ്ടാക്ട് വരുന്ന എല്ലാ മെറ്റീരിയൽസിനെയും ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് കോണ്ടാക്ട് വരുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം, എവിടെ ഡിസ്കാർഡ് ചെയ്യണം? ഡേഞ്ചർ എന്ന് ലേബിൾ ചെയ്തിട്ടുള്ള ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ, hand hygiene should be done. Then hand hygiene must ആണ്. Okay, any doubt? no ma'am. Okay, then എന്താ പറയുന്നത്? Soft furnishings may be damaged by disinfectant products such as sodium hypochlorite. It is suggested that polluted soft furnishings and carpets unable to endure chemical disinfection should be made clean using hot water and a detergent or steam cleaned. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് അവിടെ അല്ലെ, ഫർണിച്ചേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ എന്താ കാർപ്പറ്റ്സ് ഒക്കെ ആയിരിക്കാം. ഇത് നമുക്ക് ഈ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ഡിസിൻഫെക്ട് ചെയ്യാൻ പറ്റില്ല, അത് വളരെ സോഫ്റ്റ് ആണ് അല്ലേ. ഈ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ഇത് റിമൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് എന്താ ഡാമേജ് സംഭവിക്കാം മെറ്റീരിയൽസിന്. ഓക്കെ, ഫർണിച്ചേഴ്സ് ആയിരിക്കാം, കാർപ്പറ്റ്സ് ആയിരിക്കാം. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നമുക്ക് ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് വാട്ടർ യൂസ് ചെയ്യാം. സോഡിയം ഹൈഡ്രോക്ലോറൈഡ്. എന്തോ? ഓക്കെ,
നമുക്ക് എന്ത് ചെയ്യാം? ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിറ്റർജന്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീം ക്ലീൻ ചെയ്യാം. ഓക്കെ, സ്റ്റീം യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാം, ഡിറ്റർജന്റ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഹാൻഡ് ഹൈജീൻ മസ്റ്റ് ആണ്. ഇത്രയും ക്ലിയർ ആണോ? യെസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, Yes, ma'am. നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാം. Started from where? Types of village hospital. ഓക്കെ, ഞാൻ പേര് വിളിക്കാം. ഫെമി, ഏതൊക്കെ ടൈപ്സ് ആണ് വില്ലേജ് വേസ്റ്റ് ഉള്ളത്? ഫെമി റോൾ ചെയ്യണം. ഓക്കെ, പറയട്ടെ മിസ്സേ. ഓർ ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, സെക്കൻഡ് പേജ്. ഓക്കെ, പറയൂ. ഏതൊക്കെയാണ്? ബോഡി ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. പിന്നെ ഏതൊക്കെയായിരിക്കാം? ക്ലാസ് കേട്ടതിന് ഓർമ്മ. ഓക്കെ, ഓർത്ത് പറയാം. ഏതൊക്കെയാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ കെമിക്കൽസ്. എന്തോ? കെമിക്കൽസ് മാഡം. ക്ലിയർ ആയില്ല. കെമിക്കൽസ്. ഓക്കെ, ഷാർപ്സ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. അതിന് നമ്മളൊരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? എക്സ്റേ. മാഡം അപ്പം ഈ ഗ്ലൗസ് മറ്റേ ഷീഡ് മാഡം, ഷീഡ് മാസ്ക്, ഫേസിംഗ് ഷീൽഡ്. ഫേസ് ഷീൽഡ്. ഓക്കെ, ദെൻ ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. എക്സ്റേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്റേ. ഓർഗാനിക് മെറ്റീരിയൽസ്, മൈക്രോ ഓർഗാനിസം. ഏതൊക്കെയാണ്? ഓക്കെ ഫെമി, ഓക്കെ, വെരി ഗുഡ്. ദെൻ എനിബഡി, വാട്ട് ഇസ് മൈക്രോ ഓർഗാനിസംസ്? ഏതൊക്കെയാണ്? ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ ആവാം, വൈറസ് ആകാം. ദെൻ നമ്മൾ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, രണ്ട് മെറ്റീരിയൽസിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു 2 മെറ്റീരിയൽസ് ഡേഞ്ചർ ആയിട്ടുള്ള? ഐശ്വര്യ. മെർക്കുറി ആൻഡ് ലെഡ് അല്ലേ? മെർക്കുറി ആൻഡ് ലെഡ് മാം. മെർക്കുറി ആൻഡ് ലെഡ്. അപ്പൊ എന്തൊക്കെ ഡിസീസസ് വരാം? മെർക്കുറി ആൻഡ് ലെഡിന്റെ കോണ്ടാക്റ്റിലൂടെ എന്തൊക്കെ ഡിസീസസ് വരാം? നമുക്ക് ബർത്ത് ഡിഫക്ട്സ് വരാം, ക്യാൻസർ വരാം. ഓക്കെ, ബ്രെയിൻ അല്ലെങ്കിൽ നെർവ് സിസ്റ്റത്തിന്റെ ഡാമേജ്, ബ്രെയിൻ ട്യൂമർ, ബർത്ത് ഡിഫക്ട്സ് വരും. ഓക്കെ, ക്ലിയർ അല്ലേ അത്? നെക്സ്റ്റ് ആയിരുന്നു ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതിന് കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വേസ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യണം. അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ, കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ് സ്റ്റെപ്സ് എൽസ? നമ്മള് ഇത് PPE കിറ്റ്, ഫേസ് ഷീൽഡ്, പിന്നെ ഗ്ലൗസ്. എന്താണ്? ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അതിനെ കുറിച്ച്. എന്തിനെ കുറിച്ചൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം? മെറ്റീരിയൽ ഏത് ടൈപ്പ് ഓഫ് സ്പില്ലാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ? ബ്ലഡ് ആണോ കെമിക്കൽ? വെരി ഗുഡ്. ദെൻ അതുകൊണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മള് ഇത് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് നമ്മള് റെഡ് ബ്ലൂ അത് വിളിക്കണം. എമർജൻസി കോളിംഗ് ഉണ്ട്. വെരി ഗുഡ്. ലീക്കേജ് തടയുന്നതിനും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നതിനും ആവശ്യമായ നടപടികൾ എടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെല്ലോ കളർ, പർപ്പിൾ കളർ. ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്, അതെന്താണ് പറയുന്നത്? പ്രൊവൈഡ് ആപ്പ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റിൽ എന്താ പറയുന്നത്? മാഡം അതിന്റെ ഒരു പമ്പ് ഉണ്ട്.
അതൊക്കെ ഗ്ലൗസ്, ഗൗൺസ്, മാസ്ക്, അബ്സോർബൻറ്റ് അതെ. പാഡ്സ് ഒക്കെ. എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയാണ് എക്യുപ്മെന്റ്സ്? അബ്സോർബൻ പാഡ്, Gloves, gown, ആവാം, mask. ഗൗൺ ആൻഡ് മാസ്ക്. ഓക്കെ. റോഷ്നി, നെക്സ്റ്റ് എന്താണ് റോഷ്നി? സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യണം. സ്റ്റാഫ് എങ്ങനെ ട്രെയിൻഡ് സ്റ്റാഫ് ആയിരിക്കണം? എന്തിലൊക്കെ ട്രെയിൻ ലഭിച്ചിട്ടുണ്ടായിരിക്കണം അവർക്ക്? ഇതിലൊക്കെ ട്രെയിൻ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ലീക്കേജസിനെ ഒരു ലീക്കേജ് ഉണ്ടായാൽ ഓക്കെ അതിനെങ്ങനെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, കൺട്രോൾ ചെയ്യാൻ. പിന്നെ എക്യുപ്മെന്റ്സ് എങ്ങനെ യൂസ് ചെയ്യണം? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്യുപ്മെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ എക്യുപ്മെന്റ്സ് എങ്ങനെ യൂസ് ചെയ്യാൻ അറിയുന്ന സ്റ്റാഫ് ആയിരിക്കണ്ടേ? അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിനെ കുറിച്ച് ഒരു യൂസ് ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം. ഓക്കെ, ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കണം. ഓക്കെ ബിനോയ്, നെക്സ്റ്റ് എന്താണ്? PPE, പ്രൊട്ടക്റ്റീവ് equipments, ഗ്ലൗസ്, ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്ററി equipments, ഫേസ് ഷീൽഡ്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യാവോ? ബിനോയ് കണ്ടിന്യൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. പ്രൊട്ടക്റ്റീവ് equipments, യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. എന്താണ് അതിൽ പറയുന്നത്? ഇത് സ്പ്രെഡ് ആവാതെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം അല്ലേ? അതെ. ബ്ലഡ് ആവാതെ ബ്ലോക്ക് ചെയ്യാൻ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, നിയന്ത്രണത്തിലാക്കാനായിട്ട് ഈ സ്പില്ലേജിനെ നിയന്ത്രണത്തിലാക്കാനായിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് അബ്സോർബൻ പാഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കാം, ടിഷ്യൂ യൂസ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ. Then last one, the fifth one, dispose of leakage waste in a proper manner. എങ്ങനെയായിരിക്കണം ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്? അവരുടെ റൂൾസ് ആൻഡ് മായ കണ്ടിന്യൂ. മായ, ഹോസ്പിറ്റലിന്റെ പോളിസി റെഗുലേഷൻസ് അല്ലേ? അതനുസരിച്ചായിരിക്കണം നമ്മളത് ഡിസ്പോസ് ചെയ്യേണ്ടത്. മാഡം നമ്മൾ ഒരു ഇത് പഠിച്ചല്ലേ മാഡം, ഈ യെല്ലോ പർപ്പിൾ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു യെല്ലോ പർപ്പിൾ എന്ന് പറഞ്ഞു. എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു തരുമോ മാഡം? യെല്ലോ പർപ്പിൾ ഒരു കളർ. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാവോ? എനിക്ക് ക്ലിയർ ആവുന്നില്ല നിങ്ങൾ പറയുന്നത്. ബിനോയ് പറഞ്ഞത് ക്ലിയർ ആയില്ല. പഠിച്ചില്ലേ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ അതിലല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? യെല്ലോ അല്ല, ബ്ലൂ ആൻഡ് പർപ്പിൾ. ഗ്രാം പോസിറ്റീവ്. ഓക്കെ, ബ്ലൂ ആൻഡ് പർപ്പിൾ ആണ് കേട്ടോ. റെഡ് ആൻഡ് പിങ്ക് ആണ് ഗ്രാം നെഗറ്റീവ്. ഓക്കെ ബിനോയ്, ക്ലിയർ ആയോ? ബിനോയ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, യെല്ലോ ഇല്ല, ബ്ലൂ ആൻഡ് പർപ്പിൾ. ക്ലിയർ ആണ്. മാം അതിന്റെ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു രണ്ടിന്റെയും എക്സാമ്പിൾസ് ഞാൻ നോട്ട്സിൽ സെൻഡ് ചെയ്തേക്കാം. ഓക്കെ, ക്ലാസ് റൂമില് നോട്ട്സ് കിട്ടാറില്ല നിങ്ങൾക്ക് ഡെയിലി? 5 questions MCQ. വീഡിയോ ക്ലാസ് സെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവരും കൂടി പറഞ്ഞിട്ട് ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഇല്ല മാം, നോട്ട്സ് വരാറില്ലല്ലോ. നോട്ട്സ് വന്നിട്ടില്ല. MCQ കിട്ടാറില്ല. വന്നിട്ടില്ല നോട്ട്സ്. വീഡിയോ ക്ലാസ് MCQന് താഴെ ഞാനത് ജസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്തേക്കാം. ഓക്കെ മിസ്. ഓക്കെ. ലാസ്റ്റ് ആണ് റെക്കോർഡ് ക്ലാസ് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. റെക്കോർഡ് ക്ലാസ് ഇടുന്നുണ്ടോ? റെക്കോർഡ് ക്ലാസ് സെൻഡ് ചെയ്യാന്ന് സെൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് റൂമിലുണ്ടെന്ന്. ഓക്കെ ലിസൺ ഹിയർ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് ഇല്ലേ നിങ്ങൾക്ക്? 2:30 to 3:30 ഉണ്ട് മാഡം. ക്ലാസ് ഉണ്ട് മാഡം.
ക്ലാസ് ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സ്പീഡപ്പ് ആവാം. ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ആണ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് നമ്മൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്താണെന്ന് പറഞ്ഞു, CSF. ഓക്കെ, ബ്രെയിനും സ്പൈനൽ കോഡിനും ചുറ്റും കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് CSF. ദെൻ സെമൻ എന്താണെന്ന് പറഞ്ഞു, മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ് സെമൻ. ദെൻ വജൈനൽ ഫ്ലൂയിഡ്, അഡൽട്ട് വുമണിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. അതാണ് വജൈനൽ ഫ്ലൂയിഡ്. ദെൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താണ്, പ്രഗ്നൻസി ടൈമിൽ ഫീറ്റസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫീറ്റസിന് ചുറ്റും കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ദെൻ പ്ലൂറൽ ഫ്ലൂയിഡ്, എന്താണ് പ്ലൂറൽ ഫ്ലൂയിഡ്? പ്ലൂറയിൽ കാണപ്പെടുന്ന ക്ലിയർ ആകുന്നില്ല. ഓക്കെ. ദെൻ പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ്. മ്യൂട്ട് ചെയ്യാവോ, എല്ലാരും മ്യൂട്ട് ചെയ്യാവോ പ്ലീസ്, നമുക്ക് ടൈം ഇല്ല. പ്ലീസ് മ്യൂട്ട്. ഓക്കെ. ദെൻ ബൈൽ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ. ദെൻ ഡൈജസ്റ്റീവ് ജ്യൂസസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, വോമിറ്റ് ആൻഡ് പസ്. അത്രയും ക്ലിയർ അല്ലേ? നമ്മുടെ PPE, വാട്ട് ഈസ് PPE? Anybody? Personal protective equipment. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ഏതൊക്കെയാണിത്? ഗൗൺസ്, ഫേസ് ഷീൽഡ്, മാസ്ക് അല്ല, ഫേസ് ഷീൽഡ് ആണോ യൂസ്? ഫേസ് ഷീൽഡ്. ഓക്കെ. Then contain the still. എങ്ങനെ still അബ്സോർബ് ചെയ്യാൻ? ഓക്കെ, contain the still. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ്. ഏതൊക്കെയാണ്? പേപ്പർ ആവാം, ടവൽസ് ആവാം. എല്ലാ മെറ്റീരിയൽസും നമ്മള് പ്ലീസ് മ്യൂട്ട്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും ഓക്കെ ലേബിൾ ചെയ്തിട്ടുള്ള, ഡേഞ്ചർ ആണെന്ന് ലേബിൾ ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നറിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പ്ലീസ് മ്യൂട്ട്. Then disinfect the area. നമ്മൾ പറഞ്ഞു gram negative, gram positive bacteria are there. So നമ്മൾ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് അതിനെ ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്. ഓക്കെ. Then get rid of waste. എന്താണ് അതിൽ പറയുന്നത്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പിൽ ആയിട്ടുള്ള എല്ലാ ഡിസ്കാർഡഡ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റും ഡേഞ്ചർ എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ബോക്സിലോ ആയിരിക്കണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഹാൻഡ് ഹൈജീൻ മസ്റ്റ് ആണ്. പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മീൻസ് കാർപ്പറ്റ് അല്ലെങ്കിൽ ഫർണിച്ചർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഡിറ്റർജന്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റീമിങ്ങിലൂടെ സ്റ്റീം ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ആക്കാവുന്നതാണ്. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്. ഇപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ലെഫ്റ്റ് ചെയ്യരുതട്ടോ. Thank you, ma'am. Thank you so much. Thank you, ma'am. Okay, thank you, ma'am.